ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തിരുവോണ ദിവസം രാവിലെ നല്ല മഴക്കാറായതുകൊണ്ട് വീട്ടിലെ വെളിച്ചം പുറത്ത് വീണിട്ടും റൂമിലേക്കൊന്നും ഒട്ടും വെളിച്ചമില്ല. നല്ല ഇരുട്ടാണ്. കണ്ടോ, പുറത്ത് നല്ല വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മഴക്കാറും ഉണ്ട്. മഴ പെയ്യാൻ ഒരുങ്ങി നിൽക്കുകയാണ്. മഴ പെയ്ത് ചെറിയ ചാറ്റിലൊക്കെ ചെറുതായിട്ട് ചാറി പെയ്യുന്നുണ്ട്. അത് വീഡിയോയിൽ കാണുന്നില്ല. അപ്പോൾ രണ്ടില് ഇന്ന് നമുക്ക് ഓണമില്ല. അച്ഛമ്മ മരിച്ചിട്ടുള്ള അധിക ദിവസമായിട്ടില്ല. പിന്നെ വീഡിയോ കാണുന്നത് അറിയാം. അവിടെ പൂക്കളൊന്നുമില്ല. എങ്കിലും രാവിലെ അമ്പലത്തിലൊന്ന് പോകണം. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം. അമ്പലത്തിലൊന്ന് പോയി തൊഴുത് വരണം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി വന്നു. മക്കളൊക്കെ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. ഞാൻ കുളിച്ച് വന്നപ്പോഴത്തേക്ക് മക്കളൊക്കെ എഴുന്നേറ്റ് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ചിമ്പു രാവിലെ തന്നെ എഴുന്നേറ്റ് വണ്ടി കയറിയിട്ടുണ്ട്. അമ്പാടിയാണ് എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് സെറ്റൊക്കെ എടുത്ത് റെഡിയായി. പുതിയതൊന്നും എടുത്തില്ല. കണ്ടിലേക്ക് ചേരുന്ന കമ്മൽ എൻ്റെ അടുത്തുണ്ടായിരുന്നു. പുതിയ സെറ്റൊന്നുമല്ല, അമ്മമ്മയുടെ സെറ്റാണ്. അമ്മമ്മക്ക് കുറേ സെറ്റ് മുണ്ടുകളുണ്ട്. അമ്മമ്മേൻ്റെ നിന്ന് എടുത്തുകൊണ്ട് വന്നപ്പോൾ സെറ്റാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു കമ്മലിൻ്റെ ജിമിക്കിയുടെ ഒരു സെറ്റ് ഞാൻ പണ്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്ക ഡ്രസ്സിന് മാച്ചാവുന്ന കമ്മലുണ്ടാവും. അപ്പോൾ ഇതിന് മാച്ചായ അതേ സെയിം ബ്ലൂ കളറിലുള്ള കമ്മൽ കിട്ടി. അപ്പോൾ സാരിക്കാണല്ലോ നമ്മൾ കൂടുതലും ജിമിക്കി ഇടുള്ളൂ. അതുകൊണ്ട് ജിമിക്കി അധികം ഞാൻ ഇടാറില്ല. അങ്ങനെ സെറ്റ് മുണ്ടും സാരിയൊക്കെ ചുറ്റുമ്പോഴൊക്കെയാണ് ഇടാറ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ചേരുന്ന മാച്ചാക്കുന്ന കമ്മലൊക്കെ എടുത്തിട്ട് ഒരുങ്ങി റെഡിയായി. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ സെറ്റ് മുണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. ഓക്കെ, അപ്പോഴത്തേക്ക് ഇതാ മക്കൾ രണ്ടും ഏട്ടനൊക്കെ ഒരുങ്ങി റെഡിയായി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ മക്കൾക്ക് ഇന്നാൾ ഞാൻ പറഞ്ഞിരുന്നു, ജുബ്ബ മോന് ഓണം സെലിബ്രേഷൻ എടുക്കാൻ പോയിരുന്നു. അപ്പോൾ ചെറിയവന് ഡ്രസ്സ് എടുത്തില്ലെങ്കിൽ അവന് ഭയങ്കര കരച്ചിലായി. അവൻ എടുത്തപ്പോഴേക്കും അപ്പോൾ അവനൊരെണ്ണം എടുത്തപ്പോൾ മൂത്തവന് വീണ്ടും വഴക്ക്. അങ്ങനെ അവർക്ക് ചെറിയൊരു ഡ്രസ്സ് എടുത്തിരുന്നു. അതാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും വീണ്ടും മഴ പെയ്തു തുടങ്ങി. അപ്പോൾ നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു ഈ വർഷത്തെ ഓണം. നമുക്കറിയാം, അത്തം വെളുത്തായിരുന്നു. അതുകൊണ്ടായിരിക്കും ഓണം ഇങ്ങനെ. അപ്പോൾ ഞങ്ങളങ്ങനെ കുടയൊക്കെ ചൂടിയാണ് അമ്പലത്തിലെത്തിയത്. അമ്പലത്തിലെത്തി തൊഴാനായപ്പോഴത്തേക്കും മഴ കുറച്ച് കുറഞ്ഞിരുന്നു. അതുകൊണ്ട് പിന്നെ കുട ചൂടി തൊഴേണ്ടി വന്നില്ല. അങ്ങനെ തൊഴാൻ പറ്റി. അത് നല്ലൊരു ഭാഗ്യമായി. അപ്പോൾ അമ്പാടി നേർച്ചിടാനുള്ള ഒരു കളിയാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. നേർച്ചിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന് കുറച്ചൊക്കെ ഇട്ടു. പിന്നെ അവൻ പൈസ കൈ പിടിച്ചിട്ട് ഒറ്റ പോക്കാണ്. അവനിടാൻ മടിയാണിട്ട്. അമ്പാടിയും ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. എന്നാലും കുറച്ച് ഇനിയിപ്പോൾ ഇട്ടു. അമ്പലത്തിൽ നല്ലൊരു പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു അമ്പലത്തിലെ പൂക്കളം. അപ്പോൾ എല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഏട്ടനും പൂക്കളത്തിൻ്റെയൊക്കെ ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ പൂച്ചയൊക്കെ കഴിച്ചു. ഏട്ടന് എള്ളതിരി കത്തിക്കണ്ടായിരുന്നു, അതൊക്കെ കത്തിച്ചു. പിന്നെ ഇത് പൂക്കളത്തിൻ്റെ അടുത്ത് നിന്നിട്ട് മക്കളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും പൂക്കളത്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളും എടുത്തു. അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോയും വേറെ ചേട്ടൻ അവിടെ വന്ന് എടുത്തു തന്നു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ചിമ്പുവിന് കുറച്ച് വഴക്ക് തുടങ്ങിയിരുന്നു കേട്ടോ. രാവിലെ ഒന്നും കഴിക്കാതെ ഇരുന്ന് അമ്പലത്തിലേക്ക് പോയിരുന്നപ്പോൾ അവന് വിശപ്പൊക്കെ തുടങ്ങി. അപ്പോൾ ഞാനും ചിമ്പും കൂടി കുറച്ച് മുമ്പിൽ നടന്നു. അപ്പോൾ ഏട്ടനും അമ്പാടിയും കൂടെ അവിടെ തൊട്ട് പുറകെ തന്നെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. ഇതാണ് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴി. അപ്പോൾ ഇതിൽ കുറച്ച് അങ്ങ് എത്തുമ്പോഴേക്കും കോൺക്രീറ്റ് ഉണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലെത്തി കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും നല്ല മഴ പെയ്തു കേട്ടോ. അതെല്ലാം നമ്മൾ തൊഴുന്ന വരെ ഏതായാലും മഴയില്ലാതെ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നല്ലൊരു മഴ പെയ്തു കേട്ടോ. അപ്പോൾ വീട്ടിലെത്തി എല്ലാവരും ഡ്രസ്സൊക്കെ മാറി ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മുടെ ചിമ്പുവിനൊന്ന് ഉറങ്ങാൻ വരാൻ കുറച്ച് മടിയാണ്. അപ്പോൾ അവനെ ഉറങ്ങാൻ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് കാണുന്നത്. എന്ന് ഉറങ്ങുന്ന ടൈമായി. എന്നിട്ട് അവനവിടെ മടിയടിച്ച് മഴയെ നോക്കി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ.